പുതിയ UDF സർക്കാരിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലെത്തിയ പുതിയ UDF സർക്കാർ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വലിയ ക്ഷേമ വാഗ്ദാനങ്ങളാണ്. സാധാരണ ജനങ്ങൾ, പെൻഷൻകാർ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലാളികൾ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സഹായകരമാകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 ഉയർത്തുമെന്ന പ്രഖ്യാപനം സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് പുതിയ സർക്കാരിന്റെ നീക്കം ശ്രദ്ധേയമാകുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം 3000 പെൻഷൻ എപ്പോൾ ലഭിക്കുമെന്നതാണ്. വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, കർഷക തൊഴിലാളികൾ, അസംഘടിത തൊഴിലാളികൾ തുടങ്ങിയവർക്ക് വലിയ ആശ്വാസമായി ഈ പ്രഖ്യാപനം മാറുമെന്നാണ് വിലയിരുത്തൽ. നിലവിലെ ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക കൂട്ടണമെന്ന ആവശ്യം ഏറെ ശക്തമായിരുന്നു. ഭക്ഷ്യവില, മരുന്ന് ചെലവ്, ചികിത്സാ ചെലവ്, വൈദ്യുതി നിരക്ക് എന്നിവ ഉയർന്നതോടെ സാധാരണ ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നുവെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുന്നത്. പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ VD സതീശൻ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ സ്ത്രീകൾക്കായുള്ള സൗജന്യ KSRTC യാത്രാ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ പദ്ധതി ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. ഇത് കുടുംബ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ദിവസേന ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ പദ്ധതികളും വരാനിടയുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കുടുംബശ്രീ വനിതകൾക്ക് വായ്പാ ഇളവുകൾ, സ്വയം തൊഴിൽ സഹായ പദ്ധതികൾ, ചെറുകിട സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പകൾ തുടങ്ങിയവ ചർച്ചയിലുണ്ട്. യുവതികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചതും വലിയ ചർച്ചയാകുന്നു. കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 പ്രതിമാസ സഹായം നൽകുമെന്ന വാഗ്ദാനവും ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് നൽകിയ പുതിയ പ്രഖ്യാപനവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടി. ദീർഘകാല സമരങ്ങൾക്ക് ശേഷം ആശാപ്രവർത്തകരുടെ ഹോണിറ്റേറിയം 3000 വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ഇതോടെ അവരുടെ പ്രതിമാസ തുക 12000 ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യരംഗത്ത് കോവിഡ് കാലം മുതൽ വലിയ സേവനം നൽകിയ ആശാപ്രവർത്തകർക്ക് ഇതൊരു അംഗീകാരമായി കണക്കാക്കപ്പെടുന്നു. അതോടൊപ്പം അംഗനവാടി ജീവനക്കാർക്കും പാചക തൊഴിലാളികൾക്കും ശമ്പള വർധന പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സാധാരണ തൊഴിലാളി വിഭാഗങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുതിയ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. സർക്കാർ ജീവനക്കാരെ മാത്രം കേന്ദ്രീകരിക്കാതെ അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് സഹായം നൽകാനുള്ള നീക്കമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന പ്രഖ്യാപനവും ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ ആദ്യമായി വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകാന്തത, ആരോഗ്യ പ്രശ്നങ്ങൾ, സുരക്ഷ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ നേരിടുന്ന മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സഹായം നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. യുവാക്കൾക്കായി പലിശരഹിത വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചതും വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ കുറയുന്ന സാഹചര്യത്തിൽ സ്വയം തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം വരെ പലിശരഹിത വായ്പ നൽകുമെന്നാണ് പ്രഖ്യാപനം. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, ചെറുകിട ബിസിനസ്സുകൾ, കാർഷിക സംരംഭങ്ങൾ, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് പുതിയ സർക്കാർ വലിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ധനകാര്യ പ്രതിസന്ധിയെക്കുറിച്ച് വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്തിന്റെ കടബാധ്യത, പെൻഷൻ കുടിശ്ശിക, വികസന ചിലവുകൾ, ക്ഷേമ പദ്ധതികളുടെ ധനസമാഹരണം എന്നിവയെക്കുറിച്ച് വ്യക്തത വരുത്താനാണ് ഈ നീക്കം. ഇപ്പോൾ കേരളത്തിലെ ഓരോ കുടുംബവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പെൻഷൻ വർധനയുടെ ഔദ്യോഗിക നടപടികൾക്കാണ്. പെൻഷൻ 3000 ആക്കുമ്പോൾ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക കടബാധ്യത ഉണ്ടാകുമെന്ന ആശങ്കകളും ചിലർ ഉയർത്തുന്നുണ്ട്. എന്നാൽ സർക്കാർ ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും സാമ്പത്തിക നിയന്ത്രണങ്ങളോടൊപ്പം സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ മാറ്റം നടക്കുകയാണ്. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ വിവിധ വകുപ്പുകളിൽ മാറ്റങ്ങൾ, പുതിയ പദ്ധതികൾ, ക്ഷേമ പ്രഖ്യാപനങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ എന്നിവ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷയും അതിനനുസരിച്ച് ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കാനുള്ള നടപടികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പെൻഷൻ എപ്പോഴാകും ലഭിക്കുക, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എപ്പോൾ തുടങ്ങും,
യുവാക്കളുടെ വായ്പാ പദ്ധതി എങ്ങനെ ലഭിക്കുമെന്നീ ചോദ്യങ്ങളാണ്. സർക്കാർ പ്രഖ്യാപനങ്ങൾ എത്ര വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് കാണാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. പുതിയ സർക്കാരിന്റെ സമീപനം ക്ഷേമം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണെന്ന് വിലയിരുത്തൽ. സ്ത്രീകൾ, വയോജനങ്ങൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒരുപോലെ പരിഗണിക്കാൻ ശ്രമിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന സന്ദേശവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയായി കേരള രാഷ്ട്രീയത്തിൽ പുതിയ പ്രതീക്ഷയുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ക്ഷേമ പദ്ധതികൾ യഥാർത്ഥത്തിൽ ജനങ്ങളിൽ എത്തുമോ? സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാനാകുമോ? വാഗ്ദാനങ്ങൾ എത്ര വേഗത്തിൽ നടപ്പിലാകുമെന്നതെല്ലാം ഇനി കേരളം ഉറ്റുനോക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.